ഹായ് ഹലോ വെൽക്കം ടു വലിയ വീഡിയോസ്. ഇന്നു മുതൽ നമ്മൾ യൂട്യൂബിൽ കുറച്ച് ലോങ് വീഡിയോസ് ഇട്ടാൽ കൊള്ളാവുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് എവിടെയാണെന്നറിയാം? ഫേസ്ബുക്കിലും യൂട്യൂബിലുമാണ്. ഇൻസ്റ്റഗ്രാമിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കട്ടെ, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മല്ലു ക്രിക്കറ്റിൽ ഇപ്പോൾ 1,00,000 ഫോളോവേഴ്സ് ആയപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ തള്ളാറുണ്ട് കേട്ടോ. 1,00,000 ഫോളോവേഴ്സ് ആയപ്പോൾ 250 മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് ഉള്ളപ്പോഴും അതിനകത്ത് നെഗറ്റീവ് കമൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 1% എന്നാൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇട്ട് നോക്കി ഒരു 100 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു 30 കമൻറ്റെങ്കിലും നെഗറ്റീവ് ആയിരിക്കും. ഞാൻ മാക്സിമം മൈൻഡ് ചെയ്യാതിരിക്കാൻ നോക്കും. പക്ഷേ ഇന്നലെ പോലും നമ്മൾ അനീഷ് പി രാജൻ സ്പെഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലെയർ, ആൾക്കെതിരെ ഞാൻ ബോൾ ചെയ്തൊരു വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. യൂട്യൂബിലിട്ടപ്പോഴും ഫേസ്ബുക്കിലിട്ടപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ ആൾക്ക് ബാഡൊന്നും ആവില്ല, എന്നാൽ എനിക്ക് തോന്നില്ല ഇത് നല്ലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ഇടുമ്പോൾ ചിലർ വന്നിട്ട് അനാവശ്യമായിട്ട് മാജേതത് മറ്റേത് മറിച്ചതൊക്കെ തെറി വിളിച്ചിട്ട് ഞാനാണേ വന്നടിച്ചേനടാ ഇതൊക്കെ ആരെ ഇവനൊക്കെ കളിക്കുന്ന എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കും എത്ര മാത്രം ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നുപോയിട്ട് ഒരു ടോപ്പ് ഓഫ് ദ വേൾഡ് എത്തി നിൽക്കുന്ന ഒരു പ്ലെയർ, ആ പ്ലെയറിനെ കുറിച്ച്, അതായത് ക്രിക്കറ്റിൽ ഒരു സ്പെഷ്യലി, കാരണം ഒരു കൈ വെച്ചിട്ടൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ. അതും ഞാൻ എറിയുന്ന ബോളൊക്കെ എങ്ങനെ പോലും ഒരു 120, 125 ഉണ്ടാവും. ആ ബോളുകളൊക്കെ യോർക്കർ ലെഞ്ചിൽ എത്ര മനോഹരമായിട്ട് കളിക്കുന്ന വീഡിയോസാണ് ഇട്ടത്. സോ അങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ ആൾക്കാരിൽ ഇങ്ങനെ ലോങ് വീഡിയോസ് ഇടുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. കാരണം നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്ര അത്യാവശ്യമാണ് ഈ ലോകത്ത്. കാരണം ഞാൻ പലപ്പോഴും പറയുന്ന പോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ കുറച്ച് തെറ്റായ ഡിസിഷൻസ് എടുത്തതിന് കാരണം ഞാൻ ഈ ക്രിക്കറ്റ് മറന്നുപോയതുകൊണ്ടും നല്ല വാല്യൂസ് എൻ്റെ ജീവിതത്തിലേക്കും എത്താഞ്ഞതുകൊണ്ടുമാണ്. ഇപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് ലൈഫിൽ സമാധാനം തരുന്ന കുറേ കാര്യങ്ങളുണ്ട്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ. അത് ക്രിക്കറ്റ് ഗെയിമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ഗെയിം ആയിരിക്കും, അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെയുള്ള മാച്ച് വീഡിയോസ് ഇടണമെന്ന് എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. നമുക്ക് പക്ഷേ ഇൻസ്റ്റാഗ്രാമിലിടുമ്പം ഷോർട്ട് വീഡിയോ ആയിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. യൂട്യൂബ് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ലോങ് വീഡിയോ ഇടാം. അപ്പം ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പക്ഷേങ്കിൽ ആ ഫ്രെയിംസ്, സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ കുറച്ച് സിനിമ ഫ്രെയിംസാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് ക്രിക്കറ്റ് ഫ്രെയിംസ് ആക്കി മാറ്റണം. സോ ഇന്നത്തെ മാച്ചിലേക്ക് വരാം. ഇന്ന് ലക്നൌവും ഡൽഹി ക്യാപിറ്റൽസിനോട് മാനസികമായ ഒരു അടുപ്പം സേവാക്കിൻ്റെ കാലം മുതലുള്ളതാണ്. സോ എൻ്റെ മനസ്സ് ഡൽഹിക്കൊപ്പമാണ്. ഇന്ന് KL രാഹുൽ, പൃഥ്വി ഷാ ഇന്ന് കളിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. കാരണം പത്തും നിസ്സംഗ പോലെ അത്രയും ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയർ ടീമിലേക്ക് വരുമ്പം ഇവരെ 3 പേരെയും കൂടി ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ പൃഥ്വി ഷാ കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് കളിക്കുന്ന കാണാൻ. കാരണം ഒരു വണ്ടർ കിഡ്, ഒരു താരോദയം പോലെ വന്നിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ എന്തോ പറ്റിയതാണ്. പക്ഷേ ആൾ കളിക്കട്ടെ. ഈ സീസണിൽ ഡൊമസ്റ്റിക് നന്നായിട്ട് കളിച്ചു വരികയാണ്. ഈ സീസണിൽ കളിച്ചിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വന്ന് ആൾ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ലെഗസി ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാൻ ആൾക്ക് പറ്റട്ടെ. അക്ഷർ പട്ടേൽ ക്യാപ്റ്റൻ ആസ് ഓൾവേസ് IPL മനോഹരമായിട്ട് ബാറ്റും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഡേവിഡ് മില്ലർ ഉണ്ട് മിഡിൽ. ജേമിസൺ ഇന്ന് കളിക്കുമെന്ന് തോന്നുന്നു. എങ്കിടി T20 ഏറ്റവും മനോഹരമായിട്ട് വേൾഡ് ക്രിക്കറ്റിൽ എറിയുന്ന ബോളേഴ്സിൽ ഒരാളാണ്. സോ ഏറ്റവും എടുത്ത് പറയേണ്ടത് കുൽദീപ് യാദവ് സൈലുണ്ട് കേട്ടോ. കുൽദീപ് യാദവ്, കരുൺ നായർക്ക് കളിക്കാൻ അവസരം കിട്ടുമെന്നറിയില്ല. നിതീഷ് റാണയുണ്ട്. പത്തും നിസ്സംഗ കളിച്ചാൽ നൈസായിരിക്കും. പിന്നെ അക്വിബ് നബീദർ ഇത്തവണത്തെ കണ്ടുപിടുക്കമാണ്, വന്ന് സെറ്റാവും തോന്നുന്നു. സോ ഡൽഹിയുടെ ടീം ഓൾമോസ്റ്റ് സെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. പിന്നെ സമീർ റിസ്വി ഉണ്ട്. സോ നല്ല പ്ലേയേഴ്സ് കുറേ ഉണ്ട്, നല്ല ടീമാണ്. പിന്നെ KL രാഹുൽ, നമുക്ക് ചില പ്ലേയേഴ്സിനെ ഗ്രൗണ്ടിന് പുറത്തും അവരുടെ ബിഹേവിയർ കാണുമ്പോൾ അവരോടൊരു ഇഷ്ടം തോന്നില്ലേ, ഭയങ്കര നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഡൽഹിയോടൊരു ഇഷ്ടക്കൂടുതലുണ്ടെങ്കിലും ലക്നൌവിൻ്റെ ടീം, എയ്തൻ മാർക്രം, സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ട കാലം മുതലേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും 2-3 പ്ലേയേഴ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേയേഴ്സ്. തുടക്കത്തിൽ മുതൽ ഹാൻസി ക്രോണി ഉണ്ടായിരുന്നു, ലാൻസ് ക്ലൂസൺ ഉണ്ടായിരുന്നു. പിൽക്കാലത്തേക്ക് വന്നപ്പോൾ ABD, ഡുപ്ലെസിസ്, ഒരുപാട് പ്ലേയേഴ്സ് അങ്ങനെ വന്ന് ഇപ്പോൾ അവസാന ഈ ജനറേഷൻ വന്ന സമയത്ത് എയ്തൻ മാർക്രം, പിന്നെ പുതിയ ആൾക്കാർ ബ്രൂവിസ്, സ്റ്റബ്സും ഉണ്ട് അവരുടെ ടീമിൽ. സോ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കൂടെയുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കൂടെ എയ്തൻ മാർക്രവും മിച്ചൽ മാർഷും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിക്കോളസ് പുരൻ കഴിഞ്ഞ സീസണിലൊക്കെ ഏറ്റവും നമ്മൾ പേടിക്കുന്ന ബാറ്റ്സ്മാനായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുള്ളി അത്ര ഫോമിലൊന്നുമല്ല. സോ ലെറ്റ്സ് സീ. പിന്നെ ഋഷഭ് പന്തിന് ഈ സീസൺ പ്രൂവ് ചെയ്യണം. ടീമിലേക്ക് വന്ന് ആ പരിക്ക് പുള്ളിയെ വല്ലാതെ വലച്ചിട്ടുണ്ട്. ടീമിൽ ഉറപ്പായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്തവണ എന്തായാലും ബ്രില്യൻ്റായിട്ട് കളിക്കണം. പിന്നെ അബ്ദുൾ സമദ്, ആയുഷ് ബദോനി ടീംസ് ഉണ്ട്, നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. ദിഗ്വേഷ് സിംഗ് റാത്തി കഴിഞ്ഞ തവണ ഗ്രൗണ്ടിനകത്ത് ബോളിംഗ് കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തു, ആറ്റിറ്റ്യൂഡ് വെച്ചും പെർഫോം ചെയ്ത പ്ലെയറാണ്. സോ നോക്കാം എന്താ സംഭവിക്കുന്നത്. പിന്നെ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ, ക്രിക്കറ്റ് ആരാധകരെല്ലാം, ഇന്ത്യൻ പേസ് അറ്റാക്കിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ബോളർ മുഹമ്മദ് ഷമി. ഈ അടുത്തൊരു കമൻട്രി കേട്ടിരുന്നു, എറിയും തോറും മൂർച്ച കൂടുന്ന വ്യക്തിയാണ്. എത്ര എറിയുന്നോ അത്രയും എക്സ്പീരിയൻസ് സ്കില്ല് യൂസ് ചെയ്യുന്ന ആൾ. ഷമി ഇന്ന് കളിക്കട്ടെ, ബ്രില്യൻ്റായിട്ട് കളിക്കട്ടെ. സോ ഇന്നത്തെ
ഇന്നത്തെ പ്ലേയേഴ്സിൽ പിന്നെ അറിയാം ലൈക്ക് എടുത്തു പറയേണ്ടത് പ്രിൻസ് യാദവ് കഴിഞ്ഞ തവണ നന്നായിട്ട് കളിച്ച മോസിൻ ഖാൻ ഉണ്ട് ലക്നൗ സൂപ്പർ ജയൻസിന്. സോ ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. മനസ്സുകൊണ്ട് ഡൽഹി ക്യാപിറ്റൽസിനോടാണെങ്കിലും ലക്നൗവിൻ്റെ 11 കാണുമ്പം എടുത്തു നോക്കുമ്പം നല്ല ടീമുണ്ട്. നിക്കോളസ് പൂറിനോടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോർത്തെങ്കിൽ എയ്തൻ മാർക്രം, മിച്ചൽ മാർഷൻ, നിക്കോളസ് പൂറൻ സെറ്റ് ടീം. ഋഷഭ് പന്തും കൂടെ ഫോമിലായി കഴിഞ്ഞാൽ 5 പേര് തന്നെ അവരുടെ ടീം സെറ്റാണ്. ഡൽഹി ക്യാപിറ്റൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KL രാഹുൽ, പത്തും നിസംഗ്, അഭിഷേക് പോറൽ, അക്ഷർ പട്ടേൽ, സ്റ്റെപ്സ്, ഡേവിഡ് മില്ലർ. സോ മാനസികമായിട്ട് ഡൽഹിയോടാണെങ്കിലും കളി ലക്നൗവിൽ നിന്ന് വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കുൽദീപ് യാദവിനും അറിയില്ല, നമുക്ക് നോക്കാം.